ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു പാക്കാണ്. പാക്ക് മീൻസ് എന്നോട് കുറേ പേര് ചോദിക്കുന്നുണ്ട് ഈ കണ്ണിൻ്റെ ഇടയിലെ ഡാർക്ക്നെസ് മാറാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരും. അപ്പം ഞാനത് പറയാം വീഡിയോ ഇടാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെച്ചു. പക്ഷേ എനിക്കും ടൈം കിട്ടിയില്ല. ചെയ്യണമെന്നുണ്ട്, അങ്ങനെ അതിനായിട്ടൊരു സമയം കിട്ടിയില്ല. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം കോസ്റ്റ്യൂം ഇന്നലത്തെ വീഡിയോയിൽ തന്നെ ആണല്ലോ എന്ന് വിചാരിക്കില്ല. കാരണം ഞാൻ ഇന്നലെ ഒരു ദിവസം എടുത്ത ലാസ്റ്റ് വീഡിയോ ഒരു ദിവസം തന്നെയാണ്. എന്നിട്ട് ഷോർട്സ് ഒരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അതിനകത്തും ഞാൻ ഈ ഒരു കോസ്റ്റ്യൂമിൽ തന്നെ, കാരണം ഞാനെല്ലാം എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ എടുത്ത് വെക്കുന്ന വീഡിയോ ആണ്. അപ്പം അതുകൊണ്ടാണ്. അപ്പം കുറേ പല ദിവസത്തെ വീഡിയോ അല്ല, ഒരു ദിവസം എനിക്ക് സമയം കിട്ടുമ്പോൾ എടുക്കുന്ന വീഡിയോസാണ്. അപ്പം പാക്ക് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ എന്താണ് ഇതിനുള്ള കാരണം എന്നൊക്കെ നമുക്കൊന്ന് അറിയണമല്ലോ. മിക്കവർക്കും ഉറക്കം തന്നെയാണ് പ്രശ്നം, കറക്റ്റ് ടൈമിൽ ഉറങ്ങാത്തത്. പിന്നെ അതുപോലെ തന്നെ സ്ക്രീൻ ടൈം കൂടുമ്പോൾ അങ്ങനെയൊക്കെ. ഇപ്പം ചിലവർ വർക്ക് ചെയ്യുന്നവർക്ക് സിസ്റ്റം യൂസ് ചെയ്യേണ്ട അങ്ങനെയൊക്കെ വരും. പിന്നെ ടി വി കൂടുതൽ കാണുന്ന, ടി വി അത്രയും പ്രശ്നം വരത്തില്ല, പക്ഷേ സിസ്റ്റം കൂടുതൽ യൂസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഫോൺ കൂടുതൽ യൂസ് ചെയ്യുമ്പോഴോ നമുക്ക് ഈ ഡാർക്ക് സ്പോട്ട് വരാൻ കാരണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉറക്കം ശരിയായില്ലെങ്കിൽ ഉറപ്പായിട്ടും വരും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വെള്ളം കൂടി കുറഞ്ഞാലും ഈ സംഭവം വരും. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ ഈ ഫോൺ ടൈമും കൂടുതലാണ്, വെള്ളം കൂടി കുറവാണ്. ഇപ്പം കുറച്ച് നാളായിട്ട് ഇപ്പോൾ മഴ അങ്ങനെയൊക്കെ വന്നേ പിന്നെ കാലാവസ്ഥ മാറിയപ്പോൾ വെള്ളം കൂടി കുറഞ്ഞു. അപ്പം പിന്നെ അതുപോലെ തന്നെ സ്കിന്നൊക്കെ അപ്പം നമുക്ക് ഒത്തിരി ഡ്രൈ ആവുക, വെള്ളത്തിൻ്റെ കുറവ് വരുമ്പോൾ തന്നെ കുറേ പ്രശ്നങ്ങൾ വരും. അപ്പം പിന്നെ സ്ക്രീൻ ടൈമുണ്ട്, അന്നേരം നമുക്ക് ഈ ഡാർക്ക് സ്പോട്ട് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഉറക്കവും കറക്റ്റല്ല, കാരണം കുഞ്ഞുള്ളത് കൊണ്ട് രാത്രി മിക്കപ്പോഴും ഫീഡ് ചെയ്യാൻ ഉണരാറുണ്ട്. പിന്നെ കിടക്കുന്നത് താമസിച്ചാണ്. അപ്പം അങ്ങനെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണരുന്ന കാരണം അങ്ങോട്ട് ഉറക്കം കറക്റ്റൊരു ഇതിലല്ലോ പോകുന്നത്, റൊട്ടീനല്ല. അപ്പം അതിൻ്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പം അതാണ് ഒരിത്. അപ്പം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ തന്നെ കുറേ നമ്മളുടെ ഇപ്പം ഈ സൗണ്ടിൻ്റെ പ്രശ്നം മൈക്കില്ലാത്തത് കൊണ്ട് ഞാൻ ഫാൻ ഓഫ് ചെയ്തേക്കും. അതുകൊണ്ട് നല്ലതായിട്ട് ചൂടെടുക്കുന്നുണ്ട്. ഇപ്പം ചൂടാണല്ലോ. അപ്പം പാക്കിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടൊക്കെ വന്നതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും പാക്ക് ഇടുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫേസ് വാഷ് എന്താണെന്ന് വെച്ചാൽ അതിട്ട് ഫേസ് നല്ലോണം വാഷ് ചെയ്യണം. ഇപ്പോൾ ഈ കണ്ണിന് മാത്രമായിട്ടുള്ളൊരു പാക്കല്ല, ഫുൾ ഫേസിന് വേണ്ടിയിട്ടുള്ളൊരു പാക്കാണ്. അപ്പോൾ കാരണം നമ്മുടെ ടാൻ റിമൂവ് ആകാനും ഡ്രൈനെസ് കുറയാനും ഒക്കെ. അപ്പോൾ എനിക്ക് ഈയിടെയായിട്ടൊരു എന്തോ അലർജി വന്നിട്ട് കുറച്ച് പിമ്പിൾ വന്നു. ഞാൻ പിമ്പിൾ വരുമ്പോൾ അധികമൊന്നും ചെയ്യാറില്ല, കാരണം ഞാൻ പിമ്പിളിന് വേണ്ടി ചെയ്യുന്നൊരു പാക്കുണ്ട്, അതാണ് ഇടാറുള്ളത്. അപ്പോൾ ആ ഒരു സാധനം എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് അത് ഇതുവരെ ട്രൈ ചെയ്തില്ല. വേറെ ഒന്നും ഞാൻ അതിന് വേണ്ടി ചെയ്യാൻ പോകാറുമില്ല. അപ്പോൾ ഈ പാക്ക് ആകുമ്പം അതിനും കൂടെ ഓക്കെ, കുഴപ്പമില്ല എന്നുള്ള, പിമ്പിളുള്ളവർക്കും യൂസ് ചെയ്യാം, അല്ല ഓയിലി ആയിട്ടുള്ളവർക്ക്, ഏത് സ്കിന്നുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നൊരിതാണ്. പിന്നെ ഇതിനകത്ത് ഒരു ഇൻഗ്രീഡിയൻസ് മാത്രം ഒന്ന് മാറ്റി കൊടുക്കണം. അത് ഇപ്പം പാല് ഞാൻ എടുത്തിട്ടുണ്ട്. പാൽ അലർജി ഉള്ളവർക്ക് തൈര് എടുക്കാം, തൈര് അലർജി ഉള്ളവർക്ക് പാലെടുക്കാം. അത് ഏതാണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ഇതുപോലെ നോക്കിയെടുക്കുക. അപ്പം ഇത്രയാണ്. നല്ലതായിട്ട് ചൂടെടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പാക്ക് ഞാൻ ഓൾറെഡി എടുത്ത് ജസ്റ്റ് ഇതാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ സാധനമെന്ന് വെച്ചാൽ മെയിൻ ഐറ്റം ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടി നമ്മുടെ സ്കിന്നിനെ ഭയങ്കര ബ്രൈറ്റ് ആക്കും. അതുപോലെ തന്നെ നമ്മുടെ ടാൻ ഭയങ്കരമായിട്ട് റിമൂവ് ചെയ്ത് നമ്മുടെ സ്കിന്നിൻ്റെ ഡെഡ് സ്കിന്നെല്ലാം റിമൂവ് ചെയ്യും. അതിന് ഏറ്റവും നല്ലൊരു സാധനമാണ് ഗോതമ്പ് പൊടി. അപ്പോൾ ഗോതമ്പ് പൊടിയും പാലും അതിൻ്റെ കൂടെ നാരങ്ങാനീര്, ലെമൺ ജ്യൂസാണ്. അപ്പോൾ അത് മൂന്നും കൂടാണ്. അപ്പോൾ ഈ നാരങ്ങാനീര് എന്തെങ്കിലും പ്രശ്നം, അലർജി, ഇറിറ്റേഷൻ ഉള്ളവർ അത് സ്കിപ്പ് ചെയ്യാം, ഒഴിച്ചാൽ ഒന്നുകൂടെ നല്ലതാണ്. അതുപോലെ തന്നെ പാല് പ്രശ്നമുള്ളവർക്ക് തൈര് എടുക്കാം, തൈര് ഇങ്ങനെ മാറ്റിയെടുക്കാം. ഇത് രണ്ടും പ്രശ്നമുള്ളവർക്ക് റോസ് വാട്ടറോ അല്ലെങ്കിൽ നോർമൽ വാട്ടറോ എന്തെങ്കിലും എടുക്കാം, അതും പ്രശ്നമില്ല. ഇത് ഏതെങ്കിലും ആണെങ്കിൽ ഒന്നും കൂടെ എഫക്റ്റീവായിരിക്കും. അപ്പോൾ ഇതാണ് ഇത്. അപ്പം ഈ കണ്ണിൻ്റെ ഡാർക്ക് സ്പോട്ട് മാറുന്ന ഈ ഭയങ്കര അടിപൊളി സാധനമാണ് ഈ ഗോതമ്പ് പൊടി. അതുപോലെ തന്നെ ഈ ഡാർക്ക് സ്പോട്ട് ഉള്ളവർക്ക് ഞാൻ ഒരു ടിപ്പ് കൂടെ പറഞ്ഞുതരാം. നമ്മുടെ പൊട്ടറ്റോ ഉണ്ടല്ലോ, ഉരുളക്കിഴങ്ങ്, അത് റൗണ്ട് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ഡാർക്ക് സ്പോട്ട് ഭയങ്കര ഡാർക്കായിട്ടുള്ളവർ കുറേ, ഇപ്പോൾ എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വലിയ അങ്ങനൊരു ഇതായിട്ട് പറയില്ലല്ലോ. ചിലവർക്ക് ഭയങ്കര
ഫുള്ള് ബ്ലാക്കായിട്ടിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഈ പൊട്ടറ്റോ കട്ട് ചെയ്തിട്ട് പൊട്ടറ്റോ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചിട്ട് ആ പൊട്ടറ്റോ റൗണ്ടിൽ കട്ട് ചെയ്ത് 2 കണ്ണിലും ഇങ്ങനെ വെക്കുക. എന്നിട്ടൊരു തുണിയോ എന്തെങ്കിലും തോർത്ത് വെച്ചൊന്ന് ടൈറ്റായിട്ട് കെട്ടി ഒരു ഹാഫ് അവറോ അല്ലെങ്കിൽ 15 മിനിറ്റൊക്കെ വെക്കുക. അപ്പം അങ്ങനെ വെക്കുമ്പോൾ നേരത്തെ അങ്ങോട്ട് നോക്കുന്ന ജിംറൂട്ടൻ അവിടെ കിടപ്പുണ്ട്, ഉറങ്ങുക, ഫാനോടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ എന്തായാലും ഫാൻ ഇടാം. സൗണ്ടിൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പം ഞാൻ ഫാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സൗണ്ടിൻ്റെ പ്രശ്നം കാണുമായിരിക്കും, ഉണ്ടെങ്കിൽ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യുക. കുഞ്ഞ് ഉറങ്ങുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ പിന്നെ അവൻ ഉണർന്നാൽ എൻ്റെ വീഡിയോ എടുപ്പ് നടക്കത്തില്ല. അപ്പം പൊട്ടറ്റോ അങ്ങനെ വെക്കുക. അത് വീക്ക്ലി ഒക്കെ ചെയ്യുന്നത് ഭയങ്കര എഫക്റ്റീവാണ്. എഫക്റ്റീവെന്ന് പറഞ്ഞാൽ അത് അടിപൊളി സാധനം. അതുപോലെ തന്നെ പൊട്ടറ്റോ പേസ്റ്റ് ആക്കിയിട്ട് കണ്ണിന് ചുറ്റും ഇടുന്നത് നല്ലതാണ്. അതിനകത്ത് കുറച്ച് ഗോതമ്പ് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഈ പാക്കിനകത്ത് തന്നെ ഈ പൊട്ടറ്റോ. അപ്പോൾ എനിക്ക് അത്രയും ഡാർക്കൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ആ പൊട്ടറ്റോ എടുക്കാത്തത്. എനിക്ക് പിന്നെ പൊട്ടറ്റോയുടെ സ്മെല്ലിനോട് അത്ര താല്പര്യമില്ല, ഇഷ്ടമില്ല. അതുകൊണ്ടാണ്. അപ്പം കുഴപ്പമില്ല, എല്ലാവർക്കും പൊട്ടറ്റോ അടിപൊളിയാണ്. സ്കിന്നിന് ഏറ്റവും നല്ല സാധനമാണ്. പിന്നെ അത് ഭയങ്കര ഡാർക്കുള്ളവർ യൂസ് ചെയ്താൽ മതി. നോർമലായിട്ട് ഇപ്പോൾ എന്നെപ്പോലെ ഒരു ഇതായിട്ട് ചെറിയൊരു ഡൾനെസ്സേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്കിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പം നമുക്ക് ഈ പാക്ക് ഇടാം. അപ്പോൾ ഈ പാക്ക് ഇടുമ്പോൾ എപ്പോഴും നമുക്ക് തന്നെ പോയല്ല ഞാനിങ്ങനെ കണ്ണിലോട്ട് ഇട്ടതല്ല കേട്ടോ, ആരും അങ്ങനെ ഇടല്ലേ, എനിക്ക് കൈ കെട്ടി അങ്ങനെ ആയിപ്പോയതാണ്. അപ്പം ഡാർക്കുള്ളത് കൊണ്ട് കണ്ണിന് ചുറ്റും അതുപോലെ തന്നെ ഇടുമ്പോൾ ഫുള്ളായിട്ടിങ്ങനെ നല്ലവണ്ണം പ്രസ് ചെയ്തിടാൻ നോക്കുക, കാരണം സ്കിന്നിലോട്ട്. പിന്നെ ഒത്തിരി ലൂസാക്കരുത്. ലൂസാക്കുവാണെങ്കിൽ അതിനനുസരിച്ച് ഗോതമ്പ് പൊടി ഇടുക കേട്ടോ. അപ്പം എനിക്കിപ്പോൾ ജിംറൂട്ടൻ ഉണരുന്നതിന് മുമ്പ് ഇട്ട് ഇതാക്കണം. അപ്പോൾ ഇട്ട് കഴിഞ്ഞൊരു മാക്സിമം ഒരു 20 മിനിറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പം അത് നോക്കിയിട്ടിടുക. പിന്നെ എപ്പോഴും ഏത് പാക്കിട്ടാലും നമ്മൾ ഈ ഫേസ് മാത്രമായിട്ട്, ഞാൻ മിക്ക വീഡിയോസിലും കുറേ ഇതിലൊക്കെ കണ്ടിട്ടുണ്ട്, എല്ലാവരും ഈ പാക്ക് ഇടുമ്പോൾ ഫേസ് മാത്രം ഇട്ട് വെക്കും. നമ്മുടെ ഫേസിൻ്റെ ഒരു പാർട്ടാണ് ഈ നെക്കെന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഒരു കളറുമായിട്ട് ഇരിക്കുന്നത് ഭയങ്കര ബോറായിരിക്കത്തില്ല. നമ്മളെപ്പോൾ പാക്കിട്ടാലും നമ്മുടെ ഈ ഒരു ഭാഗം, അതുപോലെ തന്നെ നമ്മുടെ ചെവിയിലും ഇടണം. അപ്പോൾ ഞാനിപ്പോൾ ചെവിയിൽ ഇടുന്നില്ല. അത് വേറെ ഒന്നുമല്ല, എൻ്റെ കമ്മൽ കുറച്ച് പ്രശ്നമായിട്ടിരിക്കുക. ഞാൻ കമ്മൽ ഊരാൻ എനിക്ക് അതിനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാൻ ഇടുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഇടാറുണ്ട് കേട്ടോ. നല്ല മഴ പെയ്യുന്നുണ്ട്, അടിപൊളി മഴ, തകർപ്പൻ മഴ. അതുകൊണ്ടല്ലോ ഈ നമ്മുടെ ഈ ഒരു ഇപ്പം നമ്മൾ സാരി ടോപ്പ് ഒക്കെ ഇടുമ്പോൾ നമ്മുടെ കഴുത്ത് കാണുന്ന ഒരു ഭാഗം നമുക്കറിയാമല്ലോ, ഇത്രയും ഭാഗം കാണും, അല്ലെങ്കിൽ എൻ്റെ കഴുത്ത് ഇത്രയുമാണ് എന്നറിയാമല്ലോ, അത്രയും ഭാഗം നമ്മൾ ഇടണം. അതുകൊണ്ട് തന്നെ ഉണ്ടാവും പാക്ക് ഇടുമ്പോഴും നല്ല ഫുൾ കവർ ചെയ്ത് ഇങ്ങനെ ഒരു പ്രസ് ചെയ്ത് മസാജ്, എന്നുവെച്ചാൽ ഓവർ പ്രസ് കൊടുക്കണമെന്നല്ല, ഒരു നോർമൽ പ്രസ് കൊടുത്തിട്ട് ഇങ്ങനെ ഇടുക. പിന്നെ കണ്ണിക്കൊണ്ട് തേച്ച് 2 വട്ടം ഇപ്പോൾ കണ്ണിക്കൊണ്ട് തേച്ചു. പിന്നെ അതുപോലെ തന്നെ ഡാർക്ക് ലിപ്പുള്ളവർക്കാണെങ്കിൽ ലിപ്പിലും ഇടാൻ കേട്ടോ. ഞാൻ എൻ്റെ എല്ലാ പാക്കും ഞാൻ ലിപ്പിലും ഇടാറുണ്ട്. നമ്മുടെ ഫേസിൻ്റെ ഒരു പാക്കാണല്ലോ. പിന്നെ കുറച്ച് ഹാർഡായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ഇതായിട്ടുള്ള പാക്കൊന്നും ലിപ്പിലിടരുത്. ഇങ്ങനെ സോഫ്റ്റായിട്ടുള്ള പാക്കുകളൊക്കെ ലിപ്പിലിടാം. ലിപ്പിലിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി മിണ്ടാൻ പറ്റത്തില്ല. പിന്നെ ഒരു കാര്യം, പാക്കിടുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പാക്കിട്ട് കഴിഞ്ഞ് ഫോണിൽ നോക്കിയിരിക്കുമോ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇത് സംസാരിക്കുക അങ്ങനെ ചെയ്യില്ല. അതുകൊണ്ട് നമുക്ക് പാക്കിട്ടുകൊണ്ട് ഒരു പ്രയോജനം വേണമെന്നുണ്ടെങ്കിൽ പാക്കിട്ടിട്ട് മിണ്ടാതിരിക്കുക. അപ്പം മിണ്ടാതിരുന്നാൽ പാക്കിട്ട് കഴിഞ്ഞ് റിസൾട്ട് വരും. കാരണം ഞാൻ ഇത് പറയാൻ കാരണം, നമ്മൾ ഈ പാക്കിട്ട് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ, ഇപ്പം ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഡ്രൈ ആവാത്തതുകൊണ്ട് ഈ കാര്യം പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ പാക്കിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇത് ഡ്രൈ ആകും. ഡ്രൈ ആകുമ്പോൾ നമുക്ക് തന്നെ അറിയാം, സ്കിന്ന് വലിയുന്ന പോലെ തോന്നും, ഭയങ്കര ടൈറ്റായിട്ട്. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നതനുസരിച്ച് ഇങ്ങനെ വലിയും. ഇപ്പോൾ ഇവിടെ ഒരു വിള്ളൽ വീണ പോലെയൊക്കെ വരും. അപ്പോൾ ഈ വിള്ളൽ പാക്കിനകത്ത് മാത്രമല്ല, ശരിക്കും നമ്മുടെ സ്കിന്നിനകത്തും ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് മിണ്ടരുതെന്ന് പറയുന്നത്. നമ്മുടെ സ്കിന്ന് ടൈറ്റ് ആകത്തില്ല, സ്കിന്ന് ലൂസായി ഭയങ്കര ഏജ് തോന്നും. അപ്പോൾ അതുകൊണ്ട് എപ്പോൾ പാക്കിട്ടാലും ഒന്നിൽ സ്ക്രീൻ ടൈം കൊടുക്കരുത്, അതുപോലെ തന്നെ സംസാരിക്കരുത്.
20 മിനിറ്റത്തെ കാര്യമല്ലേ ഉള്ളൂ, മിണ്ടായിരിക്കുക, അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഇത് വാഷ് ചെയ്യുമ്പോൾ വെക്കും, ഒരു 20 മിനിറ്റ് ഇരുന്നിട്ട് വാഷ് ചെയ്തിട്ട് കുളിച്ചിട്ട് ഫുള്ളായി കുളിച്ചിട്ട് കൂടെ വരുന്നത് കേട്ടോ, അല്ല വാഷ് ചെയ്ത് വരെ വരുമല്ലോ. അപ്പോൾ ഞാൻ കുളിക്കുന്നതിന് മുമ്പാണ് എപ്പോഴും പാക്ക് ഇടാറുള്ളത്, കാരണം അല്ലെങ്കിൽ പിന്നെ ദേഹത്തെല്ലാം ആയി കുഞ്ഞിനെ എടുക്കാനും ഒക്കെ ഉള്ളതായതുകൊണ്ട്. അപ്പോൾ ഞാൻ ഫുള്ള് പാക്ക് ഇട്ടിട്ടുണ്ട്. ഇത് ചെവിയിൽ കമ്മൽ കിടക്കുന്നതുകൊണ്ട് ഞാൻ ഇട്ടില്ല. മാല ഞാൻ ഓൾറെഡി ഊരി വെച്ചു, അപ്പം കമ്മൽ ഊരാൻ വിട്ടു. പിന്നെ കുഞ്ഞോളം വരുന്നതിന് മുമ്പ് ചെയ്യേണ്ടത് കൊണ്ട് ഞാൻ അതിന് റെസ്റ്റ് എടുത്തില്ല. അപ്പോൾ പാക്ക് ഇട്ടിട്ടുണ്ട്. പാക്ക് ഒരു ഇച്ചിരിയുണ്ട്, അത് നമ്മുടെ കയ്യിലോ ഒക്കെ തേക്കാം. ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, കാരണം എനിക്കിപ്പോൾ കുഞ്ഞുണർന്നാൽ എടുക്കേണ്ട സിറ്റുവേഷൻ വന്നാലോ എന്ന് വെച്ചിട്ട് ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. അപ്പം ഇനി ഇത് ഡ്രൈ ആയിട്ട് കാണാം കേട്ടോ. അപ്പം ഇത് നല്ലതായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇതുണ്ടോ, നല്ല ഡ്രൈ ആയിട്ടിരിക്കുക. ഒത്തിരി സംസാരിക്കുന്നില്ലേ, വാഷ് ചെയ്തിട്ട് വരാം. ഇവിടെ കണ്ടോ നല്ല വലിയുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഒത്തിരി സംസാരിക്കുന്നില്ല, വാഷ് ചെയ്ത ശേഷം കാണാം. ഹായ്, അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു, ഫേസ് പാക്കെല്ലാം വാഷ് ചെയ്ത് കളഞ്ഞു. അപ്പം കണ്ടില്ലേ, നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് ഫേസ്. ഞാൻ ജസ്റ്റ് കുളി കഴിഞ്ഞിങ്ങോട്ട് വന്നേ ഉള്ളൂ, മുഖത്തൊന്നും ഇട്ടിട്ടില്ല. കണ്ടോ, അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി കവടി ഇതുണ്ട് കഴുത്തിൻ്റെ ഇവിടെയൊക്കെ. എനിക്കിവിടെ ഭയങ്കര ഡാർക്ക്, പ്രഗ്നൻസി ടൈമിൽ ഭയങ്കരമായിട്ട് ഇവിടെ ഡാർക്കായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു പാക്കാണ് ഇടയ്ക്കിടയ്ക്ക് ഇടുന്നത്. ഇതും ഇടും, വേറൊരു പാക്കും ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ പിന്നീട് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഇവിടുത്തെ കുറേ ഡാർക്ക്നെസ് മാറിയത്, കണ്ണിൻ്റെ ഇവിടുത്തെയൊക്കെ മാറിയത്. അപ്പം പിന്നെ പിമ്പിളിൻ്റെ ഒരെണ്ണമുണ്ട്, അത് ഞാൻ ചെയ്യാം. അതിൻ്റെ ഒരു സാധനം കൂടെ ഉണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ ആ ഒരു സാധനം കൊണ്ടുവരാം, അവിടെ ഉണ്ടത്. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് ഞാനത് ചെയ്യാം. ഇപ്പോൾ കണ്ടോ, നല്ല എനിക്ക് ഇവിടെ എല്ലാം വേറൊരു ടോണായിരുന്നു കളറ്. ഇപ്പോൾ കണ്ടോ, എല്ലാം ഒരേ സെയിം ഒരു ടോണായിട്ടുണ്ട്. കണ്ടോ, നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ വെട്ടത്തിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്, അതുകൊണ്ട് കറക്റ്റ് അറിയത്തില്ല, എങ്കിലും ഓക്കെ ആയിട്ടുണ്ട്. അപ്പം അതെല്ലാം എല്ലാം നല്ല ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി സമയം കൂടെ വെക്കാം. ഞാനിപ്പോൾ 20 മിനിറ്റ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, കാരണം 50 മിനിറ്റ് അങ്ങനെ ഞാൻ വെച്ചിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഡ്രൈ ആയി. പിന്നെ ഞാൻ കുഞ്ഞുണരുന്നതിന് മുമ്പ് വാഷ് ചെയ്യണമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങ് വാഷ് ചെയ്തു. അപ്പോൾ അതാണ് സംഭവം. അപ്പം നിങ്ങൾക്ക് കുറച്ച് ടൈം കൂടെ വെക്കുവാണെങ്കിൽ കുറച്ചുകൂടെ റിസൾട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഒത്തിരി ഓവർ ടൈം വെച്ചതുകൊണ്ട് അല്ല, 20 മിനിറ്റ്സ് കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ വേണേൽ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൂടുതൽ വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ അതൊരു ടൈം പോലെ ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഇനി പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫാമിലി, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം നല്ല വീഡിയോ ആയിട്ട് വരാം. ഞാൻ പിമ്പിളിൻ്റെ വീഡിയോ ഇടാം. പിന്നെ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഡാർക്ക് സ്പോട്ടുള്ളവർക്കൊക്കെ അയച്ചു കൊടുക്കുക. ഓക്കെ, ബൈ.